നമസ്കാരം. ദേവസൈന്യയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിന്റെ പുതിയൊരു പങ്ക്തിയായ കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലേക്കും ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം അഥവാ കടയ്ക്കൽ ഭഗവതി ക്ഷേത്രം. കടയ്ക്കലമ്മ എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളി കടയ്ക്കലമ്മ എന്ന് അറിയപ്പെടുന്നു. ഭഗവതിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയത്. പരാശക്തിയുടെ തിരുനാളായ കുംഭമാസത്തിലെ തിരുവാതിര ഉത്സവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഷം തോറും ആഘോഷിക്കുന്നു. ഇത് കടയ്ക്കൽ തിരുവാതിര എന്നറിയപ്പെടുന്നു. ഇവിടെ പ്രതിഷ്ഠയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കടയ്ക്കൽ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം. കടയ്ക്കലമ്മ എന്നറിയപ്പെടുന്ന ഈ ഭഗവതിയുടെ തൃപ്പാദത്തിൻ കടയ്ക്കൽ എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പാണ്ഡ്യനാട്ടിൽ നിന്നും 2 സ്ത്രീകൾ അഞ്ചലിൽ വന്നെന്നും അവരെ കണ്ട് സ്ഥലത്തെ പ്രമാണിയായ കടയാറ്റുണ്ണിത്താൻ കുടിക്കാൻ ഇളനീർ നൽകുകയും വിശ്രമിക്കാൻ തണലിനായി പാലക്കൊമ്പ് വയൽവരമ്പിൽ നാട്ടിക്കൊടുക്കുകയും ചെയ്തു. രാത്രി ഉറങ്ങാൻ സമയത്ത് കിടക്കാനൊരു വീടും ഏർപ്പാടാക്കി. പിറ്റേന്ന് ഉണ്ണിത്താൻ വന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ മാത്രമേ കണ്ടുള്ളൂ. ഉണ്ണിത്താന് അവിടെ ഒരു ദിവ്യാനുഭൂതി അനുഭവപ്പെട്ടു. ആ സ്ത്രീയും അവിടെ നിന്ന് ഉടൻ അപ്രത്യക്ഷയായി. ഉണ്ണിത്താന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷയായ സ്ത്രീ പാണ്ഡ്യയിൽ നിന്നും ചരക്കുമായി വന്ന ആളുടെ കൂടെ കടയ്ക്കലെത്തുകയും അവിടെ സ്വയംഭൂവാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കടയാറ്റിൽ അപ്രത്യക്ഷയായ സ്ത്രീ കടയാറ്റ് ഭഗവതി എന്ന പേരിൽ അറിയപ്പെട്ടു. കടയ്ക്കൽ ഭഗവതിയും കടയാറ്റ് ഭഗവതിയും സഹോദരിമാരായിരുന്നു എന്ന് കരുതുന്നു. ഇവർ രണ്ടും പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയുടെ ഭാവങ്ങളായി സങ്കല്പിച്ചു വരുന്നു. സ്വയംഭൂവായ കടയ്ക്കൽ ദേവിയുടെ ദർശനം ദേവിയുടെ കിരീടമായ തിരുമുടിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് വിശ്വാസം. ശ്രീ ഭദ്രകാളിയുടെ മുടിപ്പുര സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രമാണിത്. കടയ്ക്കൽ ദേവീക്ഷേത്രം, ശിവക്ഷേത്രം, തളിയിൽ ക്ഷേത്രം എന്നിവ കടയ്ക്കൽ ചിറ എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. കടയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരികൾ ബ്രാഹ്മണരല്ല, നെട്ടൂർ കുറുപ്പന്മാരാണ് പൂജകൾ നടത്തുന്നത്. കടയാറ്റ് കളരി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പ്രതിഷ്ഠയില്ല. പീഠത്തെയാണ് ആരാധിച്ചു വരുന്നത്. ഭക്തജനങ്ങൾ നേർച്ചയായി നൽകിയിട്ടുള്ളവയുമുണ്ട്. 12 വർഷത്തിലൊരിക്കൽ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ തിരുമുടി ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് കടയാറ്റ് കളരി ക്ഷേത്രസന്നിധിയിൽ എത്തിക്കുന്ന ഉത്സവമാണ് മുടിയെഴുന്നള്ളത്ത്. ജ്യേഷ്ഠത്തി കടയ്ക്കൽ ഭഗവതിയും അനുജത്തി കളരി ഭഗവതിയുമായുള്ള പുനഃസമാഗമമാണിതെന്നാണ് സങ്കല്പം. രാജഭരണകാലത്തും മുടിയെഴുന്നള്ളത്ത് നടന്നിട്ടുണ്ട്. അഞ്ചൽ കളരി ഭഗവതിയുടെ തിരുനാളായ മീനമാസത്തിലെ തിരുവാതിര നാളിൽ പ്രസ്തുത ഉത്സവം ആരംഭിച്ച് 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്നു. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് കടയ്ക്കലമ്മ. ഉഗ്രഭാവത്തിലുള്ള സങ്കല്പം. സ്വയംഭൂവായ കടയ്ക്കൽ ഭഗവതിയെ കിരീടമായ തിരുമുടിയിലൂടെ മാത്രമേ ആരാധിക്കാറുള്ളൂ എന്നാണ് വിശ്വാസം. മുടിപ്പുര സമ്പ്രദായത്തിലുള്ള ക്ഷേത്രമാണിത്. പുരാതന കാലം മുതൽ പേരുകേട്ട കടയ്ക്കൽ ക്ഷേത്രക്കുളം പഞ്ചമഹാക്ഷേത്രങ്ങളുടെ ഇടയിൽ ആൽത്തറമൂട് കവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. 3 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കുളത്തിൽ മുൻകാലത്ത് സ്ത്രീകൾക്ക് കുളിക്കാനായി കുളിപ്പുരകൾ ഉണ്ടായിരുന്നു. ഉത്സവകാലങ്ങളിലും മറ്റു വിശേഷാൽ പൂജാ ദിവസങ്ങളിലും ഏറം, താഴം എന്നീ തറവാട്ടുകളിൽ നിന്നും വരുന്ന സ്ത്രീകൾ ഈ കുളത്തിൽ നീരാടിയ ശേഷം പനവൂർ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന ആഭരണപ്പെട്ടിയിലുള്ള ആഭരണങ്ങളും ധരിച്ചുകൊണ്ടാണ് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത്. ഹൈന്ദവാചാരമനുസരിച്ച് ക്ഷേത്രക്കുളത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉത്സവകാലങ്ങളിൽ ക്ഷേത്രച്ചിറയും പരിസരവും വൃത്തിയാക്കാറുണ്ട്. അബ്രാഹ്മണരാണ് പൂജാരികൾ എന്നത് കടയ്ക്കൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. പീടികയിൽ സ്വയംഭൂവായ ഭഗവതിയുടെ ചൈതന്യം ആദ്യമായി കണ്ട നെട്ടൂർ കുറുപ്പിന്റെ പിൻതലമുറക്കാരാണ് ശാന്തിക്കാർ.
വിഗ്രഹപ്രതിഷ്ഠയില്ല. അരി വെച്ച് നിവേദ്യമില്ല. മലർ, പഴം എന്നിവയാണ് നിവേദ്യ വസ്തുക്കൾ. കുങ്കുമവും കളപ്പൊടിയും പ്രസാദമായി ലഭിക്കുന്നു. കടയ്ക്കൽ തിരുവാതിര. കുംഭമാസത്തിലെ തിരുവാതിര കടയ്ക്കൽ ദേവിയുടെ തിരുനാളായി ആഘോഷിക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഉത്സവം വ്രതാനുഷ്ഠികളായ ബാലന്മാരുടെ കുത്തിയോട്ടത്തോടെ ആരംഭിക്കുന്നു. ദാരിക വധത്തിന് പുറപ്പെട്ട ഭദ്രകാളിയുടെ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നാണ് വിശ്വാസം. നന്ദി, നമസ്കാരം.